നല്ലൊരു ദിവസമായിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ വിചാരിച്ച് തണുപ്പൊക്കെ കുറവല്ലേ, ഈ മഞ്ഞിനടിയിൽ കിടക്കുന്ന ഈ ഹോസിനെ ഒന്ന് പുറത്തെടുത്താൽ താറാവുകൾക്കൊക്കെ കുളിക്കാൻ വെള്ളം വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ അകത്തു നിന്ന് വെള്ളം കൊണ്ടുവരാൻ ഭയങ്കര പാടല്ലേ. അത് കാരണം തുടങ്ങിയ പണിയാണ്. പക്ഷേ നോക്കിക്കേ, ഈ മഞ്ഞ് സിമെൻറ്റ് തറ പോലെ ആയിരിക്കുകയാണ്. എൻ്റെ ഓസ് അതിനകത്തായിപ്പോയി. അതൊരു തരത്തിൽ വരുന്നില്ലായിരുന്നു. ഇത് ഹീറ്റഡ് ഹോസാണ്. ഇതിൽ കൂടെ മാത്രമേ കോഴിക്കൂട് വരെ വെള്ളം വരുള്ളൂ. കുറേ നേരം കഴിഞ്ഞ് പിന്നെ കുഴിച്ചിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് മനസ്സിലായി. ബ്ലോ ടോർച്ച് കൊണ്ടുവന്നു ചുറ്റുവട്ടത്തുള്ള ഐസൊക്കെ ഒന്ന് മെൽറ്റാക്കാൻ നോക്കി. എന്നിട്ടും ഒരു രക്ഷയും ഇല്ല. പിന്നെ കുറച്ചു നേരം കൂടെ ഞങ്ങൾ പല വഴികൾ നോക്കി ആ മഞ്ഞ് ഹോസിൻ്റെ മുകളിൽ നിന്ന് മാറ്റാനായിട്ട്. പക്ഷെ ഒന്നും നടന്നില്ല. അപ്പോഴത്തേക്കും വെള്ളത്തിന് കാത്തു നിന്ന് മടുത്ത് താറാവുകളൊക്കെ പിണങ്ങിപ്പോയി. വെള്ളം ഇല്ലാത്തതുകൊണ്ട് അവർക്ക് മഞ്ഞ് തിന്നുന്നത് കണ്ടോ. ഈ മഞ്ഞ് തിന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അവർക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാവും. അതുകൊണ്ട് പിന്നെ ഞാൻ വേഗം വെള്ളം കൊണ്ടുവരാനായിട്ട് പോയി. പിന്നെ എപ്പോഴും ആശ്രയിക്കാൻ പറ്റുന്ന എൻ്റെ ഉന്തുവണ്ടിയിൽ തന്നെ ഞാൻ അഭയം പ്രാപിച്ചത്. ഞാൻ വെള്ളം കൊണ്ടുപോവുകയാണ്. വെള്ളം കൊണ്ടുപോയി എത്രയും പെട്ടെന്ന് അവർക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.